UN കാലാവസ്ഥാ ഉച്ചകോടി വേദിയിൽ വൻ തീപിടുത്തം. ബ്രസീലിലെ ബൈലാമിൽ നടക്കുന്ന UN ഉച്ചകോടി വേദിയിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ ആയിരങ്ങളെ ഒഴിപ്പിച്ചു. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഐസൺ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, എന്താണ് അവിടെ സംഭവിച്ചത്? ആരംഭിച്ചത് ബ്രസീലിലെ ബെലേമിലാണ് ഈ സമ്മേളനങ്ങൾ ആരംഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഫോറമാണ് COP എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന 30ാം സമ്മേളനമാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ വേദിയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. അവസാന ദിനം, അതായത് ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഈ വൻ തീപിടുത്തം അവിടെ ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വലിയ തോതിലുള്ള ഒരു അഗ്നിബാധ പ്രദേശത്തുണ്ടാവുകയും പിന്നീട് നമുക്കറിയാവുന്നതാണ്, ഇതൊരു അന്താരാഷ്ട്ര വേദിയാണ്. അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളും ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും എല്ലാം തന്നെ ഉന്നത നിലവാരത്തിലുള്ളതായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഉടൻ തന്നെ ഒഴിപ്പിക്കാനാവുകയും ആ ഒഴിപ്പിക്കുന്നതിനിടെ ചെറിയ രീതിയിൽ പുക ശ്വസിച്ചവർക്ക് ചില ശ്വാസതടസ്സം ഉണ്ടാവുകയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാത്രമാണ് ഉണ്ടായത്. അത്തരത്തിൽ 13ഓളം പേർക്ക് അത്തരത്തിൽ ശ്വാസതടസ്സവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ബുദ്ധിമുട്ടുകളും ശ്വാസതടസ്സവും ഉണ്ടായവരെ അടിയന്തരമായ വൈദ്യസഹായത്തിന് ആശുപത്രിയിൽ എത്തിക്കുകയും മറ്റും ചെയ്തു. UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ വേദിയിലെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും സുരക്ഷിതരായി ഇവരെ മാറ്റുകയും സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്യാനുള്ള നടപടികളാണ് ഏറ്റവും പ്രധാനമായും നടന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അഗ്നിബാധയെല്ലാം തന്നെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അതേസമയം ഈ COP സമ്മേളനം UN ഉച്ചകോടി വേദിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബ്രസീലിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉച്ചകോടി നടക്കുന്ന വേദിയിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഐസൺ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.